ഞാനിങ്ങനെ ഒരുക്കി കെട്ടി ഭയങ്കര സെറ്റപ്പിൽ ഇരിക്കണാകുമ്പോൾ ഇങ്ങനെ വിചാരിച്ചു 1 കോടി രൂപ ലോട്ടറി അടിച്ച് ഇന്റർനാഷണൽ ട്രിപ്പ് പോകാൻ വേണ്ടി എയർപോർട്ടിൽ ഇരിക്കുകയാണ്. വൈദബൈ അതല്ല ഉമ്മാനെ കിഡ്നി തൂക്കി വെക്കാൻ വേണ്ടി ബാങ്കിൽ വന്നേക്കുവാണ്. ഷോയിൽ ഒരു കുറവ്. അങ്ങനെ മെയിൻ പരിപാടികളൊക്കെ കഴിഞ്ഞ 5 വർഷം മുന്നേ മിസ്സായ ATM കാർഡ് ക്യാൻസൽ അടിക്കാൻ വന്നതാണ്. അപ്പൊ അവിടെ ഇരിക്കുന്ന സാറ് ചോദിച്ചു എന്തേ ഇത്ര നേരത്തെ വന്നേ? തിരക്കായി പോയതാണ്. പണ്ടടാ ബാങ്കിലെ ലോക്കർ ഇവർ പുറത്തേട്ട് കൊണ്ടു. എന്റെ മനസ്സാണെന്നുണ്ടെങ്കിൽ ഇത് കുത്തിപ്പൊളിച്ചിട്ട് അങ്ങോട്ട് ഓടിയാലാ ആ ഒരു സെറ്റപ്പ് ആണ്. അപ്പൊ നമ്മുടെ വാപ്പ വിളിച്ചിട്ട് എന്തായാലും പുറത്തുപോയതല്ലേ പെരുന്നാളൊക്കെ ആവാനായില്ലേ പോയി ഡ്രസ്സ് എടുത്തോന്ന് പറഞ്ഞു. ഞാൻ ആദ്യം പോയ കടയിൽ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ ഇതേപോലെ വീട്ടിലൊരാൾ എവിടെ പോയാലും ഹെൽമെറ്റ് മറന്നു വെച്ചുകൊണ്ട് വരുന്ന ഒരാൾ 5 കിലോമീറ്റർ പോയെത്തിയപ്പോഴാണ് ഹെൽമെറ്റ് തലയില്ലാന്ന് ആരും ഉമ്മ. പിന്നെ അതുകൊടുത്ത് അടുത്ത ഷോപ്പിലേക്ക് പോയപ്പോഴും ബാങ്കിൽ നിന്ന് ലോക്കർ അവിടെ ഇറക്കുന്നുണ്ടായിരുന്നുള്ളൂ. ഇതുവേ നമുക്ക് പെൺകുട്ടികൾക്ക് ഒരു 3-4 ഷോപ്പിൽ പോയാലാണല്ലോ എന്തെങ്കിലുമൊക്കെ പറ്റുക. ചീത്തപ്പേര് ഞാനായിട്ട് എന്തിനാ കുറയ്ക്കണേ? ഞാനും കയറി 2-3 ഷോപ്പ്. എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അടുത്ത സ്ഥലത്തേക്ക് ഞാൻ പിന്നെ ഞാൻ ഒന്നും നോക്കില്ല, നേരെ സ്റ്റുഡിയോയിലോട്ട് വിട്ടെ. അവിടെയാണെന്നുണ്ടെങ്കിൽ 2 ആഴ്ച മുന്നേ പോയപ്പോ കണ്ട അതേ കളക്ഷൻസ് എനിക്ക് എടുക്കാനാന്ന് പറഞ്ഞു വന്നിട്ട് ഒരു കെട്ട് ഡ്രസ്സുമായിട്ട് ട്രയൽ റൂമിൽ പോണ ഉമ്മാനാട്ടൊപ്പങ്ങൾ കാണുന്നത്. അങ്ങനെ കുറെ തപ്പി പിടിച്ച് ഇഷ്ടമായ 2 ട്രയൽ ചെയ്യാൻ വേണ്ടി എടുത്തതാണ്. ആദ്യം ട്രയൽ ചെയ്തത് ഈ ഡ്രസ്സാണ്. എന്ന പോലെ അതേപോലെ ഞാൻ തിരിച്ചു വെച്ചേ. പിന്നെ ഞാൻ ട്രയൽ ചെയ്തത് ഇതാണ്. കുഴപ്പമൊന്നും ഇല്ല. അടുത്ത ഡ്രസ്സൊക്കെ എടുത്ത് ട്രയൽ റൂമിൽ കയറി ട്രൈ ചെയ്യാൻ നോക്കിയപ്പോൾ അവിടെ പെരും തിരക്ക്. അപ്പൊ മൂടും പോയി.